യുപിയുടെ തലസ്ഥാനമായ ലക്നൌവിലെ ലുലു മാളിലേക്ക് ബോംബ് ഭീഷണി കത്ത്. നഗരത്തിൽ സ്കൂളുകളടക്കം പല സ്ഥാപനങ്ങളും കത്തിക്കുമെന്ന് കൈപ്പടയിലുള്ള ഭീഷണി കത്ത് മാളിലെ വാഷ്റൂമിലാണ് കണ്ടത്. പോലീസിൽ വിവരമറിയിച്ചതോടെ നഗരത്തിൽ പലയിടത്തും തെരച്ചിൽ, കർക്കശ നിരീക്ഷണം. ഓഹരി വിപണിയിലെ മുൻനിര കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഏറ്റവും താഴ്ന്ന 1115 നിന്ന് എത്തി നിൽക്കുന്നത് 1552. അകമ്പടിയായത് മികച്ച പ്രകടനം, നിക്ഷേപക വിശ്വാസം. സ്മോൾ ക്യാപ്പിൽപ്പെട്ട യാത്രാ സേവന കമ്പനിയായ യാത്ര ഒറ്റയടിക്ക് ഇടിഞ്ഞത് 8%. സിഇഒ ധ്രുവ് ശൃംഗിയുടെ രാജിയാണ് കാരണം. വ്യവസായ സാമ്രാജ്യത്തിന്റെ അതിരുകൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഗൗതം അദാനിക്ക് പൈലറ്റ് പരിശീലന സ്ഥാപനത്തിൽ കണ്ണ്. ഫ്ലൈറ്റ് സിമുലേഷൻ ടെക്നിക് സെന്റർ ഏറ്റെടുക്കാൻ നീക്കം. മുൻ വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേലിന്റെ മകൻ പ്രൊമോട്ടറായ പ്രൈം എയറോയുമായി ചേർന്നാണ് ഏറ്റെടുക്കൽ. റൊട്ടി, കപ്പട, മക്കാനൊന്നും ശരാശരി ഇന്ത്യക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങളല്ലാതായി മാറിക്കഴിഞ്ഞോ? ഭക്ഷണത്തിനും വസ്ത്രത്തിനുമല്ല, വീട്ടുജോലികളുടെ ആയാസം കുറയ്ക്കുന്ന ഗൃഹോപകരണങ്ങൾക്കാണ് കുടുംബങ്ങൾ കൂടുതൽ മുൻഗണനയും പണവും മുടക്കുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി. വാങ്ങൽ ശേഷി കൂടിയതിന്റെ ലക്ഷണമോ പുതിയ ജീവിതഭാരങ്ങളോ? ഹൈസ്പീഡ് കണക്ടിവിറ്റിക്കായി ഇന്ത്യയിലെങ്ങും നാഷണൽ ലോങ് ഡിസ്റ്റൻസ് മെട്രോ ഒപ്റ്റിക്കൽ ശൃംഖലകൾ നവീകരിക്കാൻ റെയിൽടെല്ലും നോക്കിയയുമായി പങ്കാളിത്തം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.